നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മളത് മിസ് ചെയ്തു. ഞാൻ ഓർക്കുന്നു, റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും കൂടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പോർട്ടിന്റെ കിട്ടുന്ന ഗുണത്തിന്റെ 100 ഇരട്ടിയായിരുന്നേനെ ഇപ്പോൾ ഇതിന്റെ കിട്ടുന്നതിന്റെ നേട്ടം. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. വേണ്ടി വന്നാൽ വിമോചന സമരം കോൺഗ്രസ് നടത്തുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. വിമോചന സമരമൊക്കെ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ കാലഘട്ടമൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുണ്ടല്ലോ. ഇനി ഒരു വിമോചന സമരം വേണ്ടി വരുമോ എന്ന് ശങ്കിക്കുക. എനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താ ഇത്ര ഈഗോ? നിങ്ങൾ മഹാരാജാവുമല്ലാണ്. അപ്പോൾ LDF സർക്കാർ വന്നതിന് ശേഷം 2016 ശേഷം ഈ ദുരന്തങ്ങളെല്ലാം അതിജീവിച്ചതാരാണ്? ഈ ഓഖി ആയാലും അതിനുശേഷമുള്ള പ്രളയമായാലും അതെല്ലാം ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ്. ഈ പദ്ധതിയെ അതിന്റെ ഏറ്റവും നിന്നു പോകാവുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാർ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കല്ല് കിട്ടാതെ വരുന്നു, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുന്നു, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി പോയിരിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള കണക്കുകളാണ്. ഈ 1000 എന്ന് പറയുന്ന ആ കൗണ്ട് ഡൗണിലെ ഭൂരിഭാഗം ദിവസങ്ങളും ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തുകൂടിയാണ് കടന്നുപോയത്. അതിനിടയിലാണ് പ്രതിസന്ധികൾ ഉണ്ടായത് എന്നതുകൂടി ഇപ്പുറത്തിരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേര് ഈ തുറമുഖത്തിനിടണം എന്നൊക്കെ പറയുന്ന UDF മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പദ്ധതിയെ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ആ നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LDF സർക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും.